ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് തന്നെ ഉറക്കം കെടുത്തുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. ആ ഉറക്കം കെടുത്തുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് പണികൾ ഇരന്നു വാങ്ങിച്ച പരിപാടികളൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ ഈ വ്യക്തിക്ക് പല രീതിയിലും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഒന്നല്ലെങ്കിൽ അത് സംസാരത്തിൽ കൂടി ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോ സംസാരം പല രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ. അന്നല്ലെന്നുണ്ടെങ്കിൽ പഞ്ചാര കുഞ്ചുമായിട്ട് സംസാരിക്കുന്നതായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് അങ്ങേയറ്റം വരെ എത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പ് ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഒരു കാര്യം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ചില ആളുകൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ല ഒരുപാടുണ്ടോ. അപ്പൊ അതിലൊക്കെ മറ്റുള്ളവരിങ്ങനെ ആകർഷണപരമായിട്ട് ഈ വ്യക്തിനെ നോക്കുന്നതായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് പല രീതിയിലും കാണിക്കുന്നുണ്ടാകാം. എങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ അടുത്തോട്ട് ആളുകൾ ആകർഷിക്കുന്ന രീതിയിൽ ഈ വ്യക്തിക്ക് പല ആളുകളെയും കൊണ്ടുവരാനുള്ള ഒരു കഴിവ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ സീക്രട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിവിദഗ്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളിപ്പോ ഗോൾഡ് അല്ലെങ്കിൽ പല വിലപിടിപ്പുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സേഫ് ആയിട്ട് ഒരു ലോക്കറിൽ വെക്കുന്നത് പോലെ ലോക്കറിനേക്കാളും സേഫ് ആയിട്ട് ഈ വ്യക്തിയുടെ മനസ്സിന് പല സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് PhD എടുത്ത ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. ഓക്കെ, അത് ചിലപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്ക് പോലും, അല്ലെങ്കിൽ ഒരുപാട് വർഷം സംസാരിച്ച വ്യക്തി ആയിക്കോട്ടെ, ഒരുപാട് വർഷം കൂടെ ജീവിച്ച ആളായിക്കോട്ടെ, അത് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള രീതിയിലൊക്കെ കൂടെ നിൽക്കുന്നവർക്ക് വരെ സംശയം തോന്നി തുടങ്ങുന്നത്. ഓക്കെ, കാരണം അതിവിദഗ്ധമായിട്ട് പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ടുപോകുന്ന ഒരു ആള്. പക്ഷെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോ എന്താ പൂച്ചയുടെ വിചാരം? ആരും കാണില്ല എന്ന്. പക്ഷെ ലോകം കണ്ണു തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്, പൂച്ച മാത്രമേ കണ്ണടച്ചിട്ടുള്ളൂ. ഓക്കെ, പറഞ്ഞ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പക്ഷെ ജീവിതത്തിനൊരു ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്നല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിനൊരു ബാലൻസ്, എന്തെടുക്കണം, എന്തൊക്കെ ചെയ്തിട്ട് ഒരു മെനയാകുന്നില്ലല്ലോ സജി എന്നൊക്കെ പറയണ പോലെ, എന്ത് ചെയ്തിട്ട് ഒരു അങ്ങോട്ട് കരക്ക് എത്തുന്നില്ല. എന്തൊക്കെ പരിപാടി ഇപ്പം പലതും വെട്ടിപ്പിടിച്ചു, പല കാര്യങ്ങൾ ചെയ്തു, കഴിവും അല്ലാന്നുണ്ടെങ്കിൽ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മറ്റുള്ളത് കൊണ്ടും മറിച്ചത് കൊണ്ടും ഒക്കെ ചെയ്തിട്ടും അങ്ങോട്ട് ഒരു കരക്കെത്തുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പരിപാടി. കരക്കെത്തണ്ടേ, കരക്ക് അങ്ങോട്ട് ശരിക്കും എത്തിയിട്ടില്ല. പക്ഷെ എങ്ങനെയൊക്കെ എന്തൊക്കെ പരിപാടി ഒപ്പിച്ചു കഴിഞ്ഞാലും, എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്തിട്ട് ആണെങ്കിലും നിങ്ങളുടെ ഉണ്ണിക്കണ്ണൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉണ്ണിക്കണ്ണി വിചാരിച്ചിരിക്കുന്നത്, എനിക്കൊരു പുതിയ ജീവിതം വേണം, എനിക്കൊരു പുതിയ
ജീവിതത്തിന് തുടക്കം വേണം. അതിപ്പോ ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ബിസിനസ്, അതോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലാണെങ്കിലോ, എനിക്കൊരുപാട് സമ്പാദിക്കണം, എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, എനിക്ക് അതിൻ്റെ അകത്തൊക്കെ കൊണ്ട് എത്തിക്കണം, ഞാനൊരു ഞാനൊരു ഡ്രീം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഡ്രീം അതൊരു യാഥാർത്ഥ്യമാക്കണം, അതിനുവേണ്ടി എനിക്ക് എന്തും ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഇതാണ് മനസ്സിൻ്റെ അകത്ത്. പുറമേ ഇല്ല. പുറമേ ഇപ്പൊ കൂടെ നിൽക്കുന്നവർക്ക് പോലും ഇയാൾ എന്താ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവൂല. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് പോലും ഒരു ഐഡിയ കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആരെ ഇതാക്കിയാലും എനിക്ക് നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വ്യക്തി കുറെ എന്തായാലും ഒരു 2-ൽ കൂടുതൽ വ്യക്തികൾക്ക് ഒരു വിഷമം, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ തളർച്ചകളോ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളോ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് എവിടെ ചെന്നാലും ഇവർക്ക് അധികാരം വേണം. ഇവരൊരു അധികാരിയുടെ താഴെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് എപ്പോഴും ഒരു ഭരണം ഇവരുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. അല്ലാതെ ഇപ്പൊ ഇവരെന്തെങ്കിലും ഒരു കഠിനമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും അംഗീകരിക്കില്ല. അത് തെറ്റായിക്കോട്ടെ, ആ തെറ്റിനെ ശരിയായിട്ട് ന്യായീകരിക്കും. ന്യായീകരിച്ച് മെഴുകുന്ന ഒരു വ്യക്തിയാണ്. ന്യായീകരണ സിംഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഒന്നല്ലെന്നുണ്ടെങ്കിലും നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിയമത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാകാം. ഇപ്പൊ ഒരു ഡൈവോഴ്സ് സിറ്റുവേഷനോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മീഡിയേറ്റർ ചർച്ചയോ കാര്യങ്ങളോ മധ്യസ്ഥപരമായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു മാനസിക തകർച്ച നേരിടുന്നു എന്നല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. മാനസികമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് അത് നല്ല രീതിക്ക് തകർച്ചയിലോട്ട് കൊണ്ടുപോകുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പുറമേയുള്ള ആളുകളെ കൊണ്ട്, പുറമേയുള്ള ആളുകളുടെ തീരുമാനങ്ങൾ ഇങ്ങനെ കൈ ഏറ്റെടുത്ത് മേടിക്കുക എന്നൊക്കെ പറയില്ലേ, ഏറ്റുമേടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ പുറമേയുള്ള ആളുകളുടെ തീരുമാനങ്ങളൊക്കെ ഏറ്റുമേടിച്ചത് കൊണ്ട് സ്വന്തമായിട്ട് പോയി കുഴിയിൽ ചാടുക, അതിൻ്റെ അകത്തുനിന്നുള്ള ഭവിഷ്യത്തുകൾ സ്വന്തമായിട്ട് അനുഭവിക്കുക, ഉറക്കമില്ലായ്മ വരിക, അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അടുത്ത ബുദ്ധിമുട്ടിലോട്ട് പോകുന്ന സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. ഒരു 2 സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുപെടുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷനിലോട്ട് ജീവിതം കൊണ്ടുപോകുന്നു. എനിക്ക് ഇതെടുത്താലാണോ ശരിയാവുന്നത്, അല്ലെങ്കിൽ അതെടുത്താലാണോ ശരിയാവുന്നത്, ഞാൻ ആര് പറയുമ്പോഴാണ് കേൾക്കേണ്ടത്? കാരണം 2 ഓപ്ഷൻസ് വെച്ചിട്ട് ഇപ്പൊ എന്താ പറയാ, 2 വഞ്ചിയിൽ കാലുകുത്തി നിൽക്കുന്ന ഒരവസ്ഥ. 2 കാര്യങ്ങൾ, ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ആരെങ്കിലും 2 ഓപ്ഷൻസ് വെച്ചിട്ട് അയ്യോ എന്ത് ചെയ്യണം, ആരുടെ തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ആര് പറയുന്നതാണ് ഞാൻ കേൾക്കേണ്ടത്, എന്താണെന്ന് മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് 24 hour ഇങ്ങനെ മനസ്സിൻ്റെ അകത്ത് ഇട്ട് നീറുന്ന ഒരവസ്ഥ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് അറിവ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള അനുഭവ സമ്പത്ത് കൊണ്ടും അറിവ് കിട്ടും. പക്ഷെ ഇത് വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും അനുഭവ സമ്പത്ത് കൊണ്ടുള്ള അറിവാണെന്നുണ്ടെങ്കിലും ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് അവിടെ പക്വതയില്ലാത്ത തീരുമാനങ്ങൾ എടുത്തിട്ട് സ്വയം ബന്ധനസ്ഥനാവുക, അല്ലെങ്കിൽ സ്വയം എന്താ പറയാ, അയ്യോ അതിൽ ബന്ധനസ്ഥയാവുക, അങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്തു.
ഇതിപ്പോ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ പറ്റുമായിരുന്നെങ്കിലും അവിടെ കണ്ണടച്ചിരുട്ടാക്കി അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. ഏം വഴി തനീ വഴി, ആ ഒരു വഴി പോയി അവിടെ ചെന്ന് കയറിക്കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നു. തനി വഴി പോയാണ് അവിടെ എന്താ പറയാ, ഈ ആദ്യമേ അങ്ങോട്ട് പല കാര്യങ്ങളും നീക്കം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ അവിടെ കെട്ടുപാടുകള് മുറുകി, ബന്ധനങ്ങള് മുറുകി, പിന്നെ അത് അഴിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കെട്ടുപാടിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് വന്നു. അത് തനിക്ക് നേരെയുള്ള ഒരു വാളായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അന്ന് മനസ്സിലായില്ല. ഇന്നും ചില ആളുകൾ മനസ്സിലാക്കുന്നില്ല, വഴിയെ മനസ്സിലാക്കും. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഒന്നല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ചില പർട്ടിക്കുലർ കാര്യത്തിനോട് ഇത്തിരി ഭ്രമമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ ഏതെങ്കിലും ഒരു ആൽക്കഹോള്, അല്ലാന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ്, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു പരിപാടിയിലോട്ട് ഇത്തിരി ഭ്രമം കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. മദ്യം, മയക്കുമരുന്ന് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഒരാളും ഒരു പരിപാടിക്കും ആശ്രയിക്കാതിരിക്കുക. അത് പിന്നെ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും പിന്നെ അത് മാറ്റാനായിട്ട് ഈ ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിന് ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിനെയും കുടുംബത്തിനെയും തകർക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടെത്തിക്കുകയും ചെയ്യും. കാരണം നിങ്ങളുടെ വ്യക്തി മാത്രമല്ല, കാണുന്ന ചില ആളുകൾ ഇവിടെ എനിക്ക് കിട്ടുന്ന എനർജി ഒന്നല്ലെന്നുണ്ടെങ്കിൽ മദ്യം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സ്മോക്കിംഗ് അങ്ങനെയുള്ള പരിപാടികൾ, അതിനോടൊന്നും പോയി തല വെക്കാതിരിക്കുക. ഓക്കെ, എല്ലാവരുടെയും ലൈഫ് എപ്പോഴാണെന്നുണ്ടെങ്കിലും ശരിയാകുന്ന ഒരു സമയമുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു പരിപാടിയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ഊരിയെടുക്കാനായിട്ട് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പൊ അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും കളയാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അത് ഇതിൽ കണ്ടതുകൊണ്ട് ആ എനർജി വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെയുള്ളൊരു പരിപാടി, പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് കാര്യങ്ങൾ ഒപ്പിച്ചു കഴിഞ്ഞാലും എന്ത് പരിപാടികൾ ചെയ്തു കഴിഞ്ഞാലും പുള്ളിക്ക് എപ്പോഴും നല്ല ജീവിതം വേണം, ജീവിതത്തിൽ സന്തോഷം വേണം, ജീവിതത്തിൽ സെലിബ്രേഷൻ, എന്നും ആഘോഷമായിരിക്കണം ജീവിതം, എന്നും നല്ല രീതിക്ക് നടന്നുകൊണ്ട് പോകണം. അതായത് ഇവിടെ നമുക്ക് സെൽഫ് ലവ് ഉണ്ട്, സെൽഫിഷ് ആയിട്ടുള്ള പരിപാടികളുണ്ട്. സെൽഫ് ലവ് എന്ന് പറയുന്നതും സെൽഫിഷ് ആയിട്ടുള്ള പരിപാടികളും രണ്ടും രണ്ടാണ്. ഇപ്പൊ നമ്മളുടെ കയ്യിലൊരു ഫുഡ് ഇരിക്കുന്നു, തൊട്ടടുത്തിരുന്ന ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വിശക്കുന്നൊന്നും പറയാം, നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, അതൊരു ഷെയറിങ് ആയിട്ടുള്ള അതായത് ഒരാളുടെ വിശപ്പ് മാറ്റുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സംസാരം കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്താ പറയാ, ആ വ്യക്തി കുറച്ചും കൂടി ഒന്ന് സമാധാനത്തിലോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തെന്നാണ്, നമ്മളോട് ഒരാൾ ഫുഡ് ചോദിക്കുമ്പോൾ നമുക്ക് കൊഞ്ഞനം കുത്തി വിടുന്നത് സെൽഫ് ലവ് അല്ല, അത് സെൽഫിഷ് ആണ്. ഓക്കെ, പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി എന്തൊക്കെ പരിപാടിയാണെന്നുണ്ടെങ്കിലും അതായത് എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും, നല്ലത് ചെയ്തു കഴിഞ്ഞാലും ചീത്ത ചെയ്തു കഴിഞ്ഞാലും അവരുടെ നല്ല സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് നല്ല സമയം വരണം, എനിക്ക് നല്ല കാര്യങ്ങൾ നടക്കണം, എൻ്റെ ജീവിതത്തിൽ നല്ലത് നടന്നേ തീരൂ, അതിന് ഞാൻ ആരെയാണ്, ഏത് വാതിലാണ് ഞാൻ മുട്ടേണ്ടത്, ഏതാളെയാണ് സമീപിക്കേണ്ടത്, ഏതാളുടെ സംസാരമാണ് ഞാൻ കേൾക്കേണ്ടത്, എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ വിഷമങ്ങളോ വേദനകളോ അല്ല, എനിക്ക് എന്നുള്ള ഒരു കാര്യമാണ് പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി കൂടുതലും ചിന്തിക്കുന്നത്. അതൊക്കെ മാറും. അല്ലാന്നുണ്ടെങ്കിൽ ചില പരിപാടികളൊക്കെ ജീവിതത്തിൽ നടക്കുമ്പോൾ സ്വന്തമായിട്ട് മാറിക്കോളും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം കൊടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കണക്റ്റ് ആയില്ല, ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.